കള്ളന്മാരെ കേടികളെ കമന്റടിക്കാരെ ബില്ലാളികളെ ജഗജില്ലികളെ ജാഗ്രത ജാഗ്രത. നിന്നെ കാണാനിരിക്കായിരുന്നു. നിക്കില്ല കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചേട്ടന്റെ വീട്ടിൽ അടിച്ചു മാറ്റി സൈക്കിളല്ല, ബസ് സ്റ്റാൻഡിൽ പൊക്കിയതാ. നീ പോടാ, നീ ഒന്നും നന്നാവൂല. നിങ്ങൾ ഇവിടെ ഒരു പാലമുണ്ട്, സൂക്ഷിച്ചു വരണം. മഴ ഇങ്ങി താടാ അണ്ണനെ, നിന്നെ കൊണ്ട് എല്ലാം കൂടെ താങ്ങൂല. അണ്ണാനെ ആ പുറകെ വരണം മണിയനെ ഒന്ന് സൂക്ഷിക്കണം. അവന്റെ കാല് സദാസമയം ഉറക്കാത്തതാ. കുട്ടപ്പാ, നീ നിന്നെ നോക്കിയാ മതി, നിനക്ക് കണ്ണും പുല്ലും കാണാത്തതാ. കണ്ട, മഴ പോയപ്പോ അവന്റെ ബാലൻസും പോയി. ഞാനിത് വാങ്ങിച്ചില്ലായിരുന്നു, ഇപ്പൊ ഇത് നനഞ്ഞേനെ. നീന്തിക്കാരി വാടാ കഴുതേ. ഞാനുണ്ട്. വീടെത്തി. ആരും എത്തിയിട്ടില്ലെന്നാ തോന്നണേ. സത്യം വെള്ളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഞാനാണ് സഖാവ് ബാബു. കേൾക്കുന്നുണ്ടോ? അല്ല, അപ്പൊ മാവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? തെക്കാലെ മൂവാണ്ടൻ അങ്ങോട്ട് വെട്ടിയാലോ? മാവിന്റെ കാര്യം തീരുമാനിക്കാനൊക്കെ ഇനി നേരമുണ്ട്. ആദ്യം ബോഡി ഇങ്ങോട്ട് എത്തട്ടെ. ഒരു നോക്ക് കാണാന്നും പറഞ്ഞോണ്ട് ഓടി എത്തിയതാ. അല്ല, ബോഡി എവിടെയാ കളത്തിരിക്കണേ? ബോഡി എത്തിയില്ല. എപ്പോ എത്തും? അതിപ്പോ ബോഡി എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ കത്ത് വന്നു കേട്ടതോ? കത്തിലതൊന്നും ഇല്ല, ആത്മഹത്യ. ആത്മഹത്യ? ഇന്ന് കുമാരൻ ആത്മഹത്യ ചെയ്തു. നാളെ എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിക്കാം. കാരണം ഓരോ ഇന്ത്യക്കാരനും എത്രയോ രൂപയ്ക്ക് കടക്കാരനാണ് സഖാക്കളെ. ഞാൻ ആരുടെയും കടക്കാരനൊന്നുമില്ല, ഞാൻ ഇന്ത്യക്കാരൻ. കേന്ദ്രം കടം വാങ്ങിച്ചാൽ ഞാൻ ഇതിനാ കൊടുക്കുന്നേ. ഞാൻ എപ്പോ കഴിച്ചാലും രൊക്കം കാശ് കൊടുക്കുന്നവനാ. ബോധമില്ലാത്ത മനുഷ്യരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താ പോംവഴി സഖാവ്? സഖാവ് എന്നെ പറ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. പോകാതിരുന്നൂടെ? മേലെ വാര്യത്തെ അമ്മണിയമ്മ കിണറ്റിൽ ചാടിച്ചപ്പോ സഖാവല്ലേ എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. പിന്നെന്താ? അത് വീട്ടുമുറ്റത്തെ കിണറ്റിലല്ലേ. ഇത് അങ്ങനെ അല്ലല്ലോ. ഇത് ആരെ കൊണ്ടാ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ. ആരാ ബെല്ലടിച്ചത്? ഞാനാ, ആ 1000 റുപ്പീസിന്റെ നോട്ട് തന്ന പാസഞ്ചർ. ഇനി എന്റെ ബാക്കി കാശ് തന്നിട്ട് വണ്ടി പോയാ മതി. തന്നോടാണ് ബെല്ലടിക്കാൻ പറഞ്ഞത്? അതിലൂടെ ഞാനും കിളിയൊക്കെ ഉണ്ട്. ഓ, ബെല്ലടിക്കുന്നത് റോക്കറ്റ് വിടുന്ന പണിയൊന്നുമല്ലല്ലോ. താൻ ബാക്കിതാ. 5 രൂപ ടിക്കറ്റിന് 1000ന്റെ നോട്ട് തന്നിട്ട് ചുമ്മാ വർത്താനം പറയാ. 5 രൂപ ടിക്കറ്റിന് 1000 രൂപയുടെ നോട്ട് തന്ന എന്നോട് 1 റുപ്യയ്ക്ക് പോലും വകയില്ലാത്തവനോടൊന്നും പോലെ പെരുമാറുക. ഇന്നാ തന്റെ 1000 രൂപ താനൊന്ന് ഇറങ്ങി തന്നാ മതി. അങ്ങനെ വഴിക്കുവാ. ഞാനിത് മേടിച്ചില്ലെങ്കിൽ എനിക്ക് നഷ്ടം 995 രൂപ. താനിത് തിരിച്ചു തന്നുകൊണ്ട് തനിക്ക് നഷ്ടം വെറും 5 രൂപ. തൽക്കാലം ഇങ്ങനെ ഒരാൾ ബസ്സിൽ കയറിയില്ലെന്നങ്ങ് സമാധാനിച്ചാ മതി. വരട്ടെ, തന്റെ 5 രൂപ ഞാൻ തിരിച്ചു പോകുമ്പോൾ തരാം. ആ റൈറ്റ്. എവിടെ നിന്ന് വരുന്നടേ? കുറച്ച് കിഴക്കുന്ന 1000 രൂപക്കാരൻ. 1000 രൂപയുടെ നോട്ട് ആദ്യമായിട്ട് കണ്ടില്ലേ? അതുപോലെ അതും പിടിച്ചോണ്ട് നടന്നോ, ചെലവാക്കണ്ട. ഇത് ഏത് സ്ഥലം? അതെ, അവിടെ എന്താ ഒരാൾക്കൂട്ടം? വല്ല കല്യാണമാണോ? നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് ആരെങ്കിലും കരയോ? കരയും. കല്യാണ പെണ്ണ് കരയും. അത് കല്യാണ പെണ്ണ് മാത്രമല്ല കരയും. നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് എല്ലാവരും ഓടിട്ടാ പോവാ. ഈ സദ്യ തീർന്നു പോകുന്നു ഭയന്നിട്ട് മിക്കവരും ഓടിയിട്ടാ പോകുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓട്ടം അല്ല. ആരെങ്കിലും മരിച്ചാ? എന്നാ പിന്നെ അതാ ഉണ്ടായത്. കുമാരൻ മരിച്ചു. കുമാരൻ മരിച്ചോ? എപ്പോ? കുമാരനെ അറിയോ? അറിയില്ല. ഏത് കുമാരനാ? എന്നാ പിന്നെ നിങ്ങളെന്തിനാ ഞെട്ടിയത്? അല്ല, ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടണമല്ലോ. അല്ല, ഞെട്ടാൻ നിങ്ങൾ ഈ നാട്ടുകാരനല്ലോ. അല്ല, എന്നാ ഞാൻ ഈ നാട്ടുകാരനാ. ഞങ്ങൾ ഞെട്ടിക്കോളാം. ഈ നാടിന്റെ പ്രിയപ്പെട്ട കുമാരൻ വെറുതെ ഒന്നും മരിച്ചല്ല, ആത്മഹത്യ ചെയ്താ. അതും അജ്ഞാതനായിട്ട്. മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ അങ്ങോട്ട് വരല്ലേ? ഞാൻ വരണോ? വരീന്ന്. നിങ്ങളെ പോലത്തെ ഒരാൾ നമ്മുടെ കൂടെ നമുക്കൊരു വെയിറ്റ് അല്ലേ? ആണോ? ശരി. അല്ല, മൂപ്പർക്ക് അജ്ഞാതനായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? കടും ബാധ്യമൊക്കെ നമുക്കുണ്ട്. എന്നിട്ടും നമ്മളൊന്നും അജ്ഞാതരല്ലോ. അതെ, എന്താ പറയാ, ഓരോ യോഗം. എന്ത് രോഗോ? രോഗമല്ലടോ, യോഗം. ഞാൻ വിചാരിച്ചു രോഗം പിടിപെട്ടാണ് കുമാരൻ മരിച്ചതെന്ന്. കടങ്ങളൊക്കെ കുറെ വീട്ടിൽ കഴിഞ്ഞതാ. ആർക്കും 1-2 പേർക്കേ ബാക്കിയുള്ളൂ എന്ന് വെച്ച് ഇതാ ചെയ്യാ. ബോഡി എപ്പോഴാ എത്തുക എന്നുള്ള വിവരമല്ലോ ഉണ്ടോ മാഷെ? അതിന് എവിടെ വെച്ച സംഭവം നടന്നതെന്ന് ഇപ്പോഴും ആർക്കും ഒന്നും അറിയില്ലല്ലോ. എന്തൊക്കെയായാലും ഒന്നുകൂടെ ആലോചിക്കായിരുന്നു കുമാരന്. സത്യത്തിൽ എന്തായി കുമാരന് സംഭവിച്ചത്? അതെ, പ്രശ്നം എന്തായാലും ആരോടെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നം തീരൂലേ? പിന്നെ ഇല്ലേ,
അതിപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്താൽ തീരുമാനമല്ല ഉണ്ടാവുന്ന യുദ്ധമാണ്. കേള് അത് വാസ്തവാ. പക്ഷെ കുമാരന്റെ കാര്യത്തില് വായില് കൈയിട്ടാ കളിക്കാത്തവനാ. പോകുന്നതിന് മുമ്പ് കുമാരൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? വിഷം കഴിക്കുമെന്നോ, തൂങ്ങിച്ചാകുമെന്നോ, ഇനി അതുപോലെങ്കിൽ വല്ല തീവണ്ടിക്ക് തലവെക്കുമെന്നോ, അങ്ങനെ എന്തെങ്കിലും? ശ്ശോ, വണ്ടിക്ക് തലവെച്ചാ പിന്നെ ആ ശരീരം എന്തിനാ പറ്റുക? വണ്ടിക്ക് തലവെച്ചല്ല അങ്ങേര് ചത്തതെങ്കിൽ ആ ശരീരം കൊണ്ട് കാരണവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു? ക്ഷമിക്കണം, നിങ്ങൾ ബന്ധുവാണോ ശത്രുവാണോ എന്നൊന്നും എനിക്കറിയില്ല. മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള പെരുമാറ്റച്ചട്ടമൊന്നും ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടില്ല. പൗരന്റെ അറിയാനുള്ള അവകാശം പാസ്സാക്കിയിട്ടുമുണ്ട്. എന്ന് വെച്ച് അത് ദുരുപയോഗപ്പെടുത്തരുത്. അല്ല, ഞാൻ പിന്നെ കാര്യങ്ങളൊന്നും ചോദിച്ചറിഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ടാവരുതല്ലോ. മനസ്സിലായി. തൽക്കാലം നിഘണ്ടു തയ്യാറാക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതില്ല. അല്പം ഒന്ന് മാറി നിന്ന് കൊടുത്താൽ ഇപ്പൊ അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം. ഞാൻ ചെന്നാട്ടോ. മോൻ പറഞ്ഞത് വളരെ നന്നായി. തൊള്ളയില് സ്വർണ്ണപ്പല്ല് ഉണ്ടെന്ന് വെച്ച് എന്തും ചോദിക്കാന്നാ. എന്താ ചെയ്യുക, അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ വിഷമം. ഇതിപ്പോ എവിടുന്ന അയച്ചത്? സീലും വ്യക്തമാവണില്ലല്ലോ. മാഷക്കും പിടികിട്ടുന്നില്ലല്ലേ? ഒരു പിടിയും കിട്ടുന്നില്ല. കുറെ കുടുംബകാര്യങ്ങളും കടങ്ങളെ പറ്റിയൊക്കെ ഉണ്ട്. പിന്നെ മരിക്കാൻ പോവുകയാണെന്നും അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സൂചന, ആരുടെങ്കിലും പേരോ സ്ഥലത്തിന്റെ പേരോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിലേ ആ വഴിക്കൊന്നും നോക്കായിരുന്നു. എല്ലാം ഓരോരുത്തരുടെ വിധി, അല്ലാടെന്താ പറയാ അല്ലേ? ഇത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം. അതെ അതെ. മനുഷ്യന്മാരെ മാത്രല്ല, മരങ്ങളെ കാര്യം അങ്ങനെ തന്നെയാ. എപ്പോഴാ ആരെങ്കിലും വെട്ടിമുറിക്കാന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ഞാൻ തന്നെ എത്ര എണ്ണത്തിനാ? മനുഷ്യന്മാരല്ല, മരാണ്. അപ്പൊ അണ്ണാൻ പറയുന്നത് നമ്മുടെ കുമാരനെ ആരോ വെട്ടിക്കൊന്നല്ലേ? എങ്കി ഇപ്പൊ തന്നെ പോയി ചോദിക്കണോ? അതല്ല, ഇയാള് വെറുതെ ചാകാൻ നടക്കുക. മാസ്റ്റർ കേട്ടില്ലേ ഇയാള് പറഞ്ഞത്? ഞാൻ ചുമ്മാ ചാവാൻ നടക്കണം. അല്ലാതെ പിന്നെ ബാബു എന്താ കണ്ടേക്കണേ? ശത്രുക്കളാണെങ്കിലും ബന്ധുക്കളായിട്ട് ചിലരൊക്കെ ഉണ്ടല്ലോ കുമാരനെ, അവരൊക്കെ ഒന്ന് വിവരം അറിയിക്കണ്ടേ? അത് വേണം. അതിനേക്കാൾ വലിയ പ്രശ്നം ബോഡി എവിടെയാണെന്ന് കണ്ടുപിടിക്കില്ല. അത് ശരിയാ. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചോ? ഓ മറന്നോ?